തികച്ചും ഉണ്ടയില്ല വെടിയാണ് 16-ാം വാർഡിൽ തോറ്റ CPM ചെയർമാൻ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മഞ്ചേരി നഗരസഭ 16-ാം വാർഡ് വേട്ടേക്കോട് നിന്ന് LDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിത്വം BJP പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. BJP പ്രവർത്തകർ വോട്ട് മറിച്ചെന്ന വലിയ ആരോപണവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു വിമർശനത്തിന് മറുപടി ആയിക്കൊണ്ട് നമ്മളോടൊപ്പം BJP പ്രവർത്തകർ കൂടെയുണ്ട്. 16-ാം വാർഡ് വേട്ടേക്കോട് നിന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിത്വം BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിലൊരു യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ വേട്ടേക്കോട് BJPയുടെ വളരെയധികം പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് വേട്ടേക്കോട്. എന്നിരുന്നാൽ പോലും 29-ാം വാർഡ് വിഭജനത്തിലൂടെ 16-ാം വാർഡായ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ സ്വാധീനിച്ചുകൊണ്ട് BJPയുടെ സ്വാധീന വോട്ടുകൾ 3 വാർഡുകളിലേക്കായി വെട്ടിമാറ്റുകയാണ് ചെയ്തിരുന്നത്. തൽഫലമായിട്ട് തന്നെ 169 വോട്ടുകളിൽ നിന്ന് 65ഓളം വോട്ടുകൾ 3 വാർഡുകളിലായി സ്പ്ലിറ്റ് ചെയ്യുകയും തൽസ്ഥലത്ത് കേവലം 104 വോട്ടുകൾ സ്ഥിതി ചെയ്യുകയും ഇതിൽ തന്നെ 65ഓളം വോട്ടുകൾ നമ്മളുടെ പ്രവർത്തകരുടെ സെമസ്റ്റർ എക്സാം നടക്കുന്നത് കൊണ്ടും പ്രവർത്തകരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോയതിനാലും അതുപോലെ തന്നെ ഗൾഫിലും മറ്റ് ആശുപത്രി കേസുകളിലും ബന്ധപ്പെട്ട ആളുകൾ വരാത്തതിനാലും 23 വോട്ടുകൾ നമുക്ക് പോൾ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി 10ഓളം വോട്ടുകൾ നമുക്ക് അവസാന ഘട്ടത്തിൽ ഇവിടെ വോട്ട് വെട്ടുകയാണ് സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച സാഹചര്യത്തിൽ മെമ്മോ പോലും നൽകാതെ BJP പ്രവർത്തകരുടെ വോട്ടുകൾ 10ഓളം വോട്ടുകൾ വാർഡിൽ നിന്ന് പുതിയ വാർഡിൽ നിന്ന് വെട്ടിമാറ്റുകയും യഥാർത്ഥത്തിൽ ഈ 10 വോട്ടുകളും 23 വോട്ടുകൾ പോൾ ചെയ്യാത്തതും പിന്നെ അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച 68 വോട്ടുകൾ കൂട്ടി യോജിക്കുന്ന സമയത്തിൽ കൃത്യമായിട്ട് BJPയുടെ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല. കൃത്യമായി 104 വോട്ടിനടുത്ത് പോൾ ചെയ്യാത്തതും പോൾ ചെയ്തതുമായിട്ട് 104 വോട്ടുകൾ BJPയുടെ വോട്ടുകൾ കൃത്യമായി നമ്മുടെ വാർഡിലുണ്ട്. മറിച്ച് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് 148 വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് വിവാദപൂർണമായിട്ടുള്ള വാർഡ് വിഭജനം കൊണ്ട് ഏറ്റവും പ്രയോജനം ലഭിച്ചത് CPM-നാണ്. ആ പ്രയോജനത്തിന്റെ അധികാരം ഉൾക്കൊള്ളാമെന്ന ആശയിലാണ് തോറ്റ സ്ഥാനാർത്ഥി ശ്രീ K. ഉബൈദ് ഇവിടെ മത്സരിക്കുകയും പക്ഷേ CPM-ന്റെ കേഡർ വോട്ടുകൾ പോലും വടക്കേ പറമ്പും അതുപോലെ തന്നെ മുക്കം പ്രദേശങ്ങളും കേഴിയാട്ടുകുണ്ട് പ്രദേശവും വ്യക്തമായിട്ട് CPM-ന്റെ ആധിപത്യമുള്ള കേഡർ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കോൺഗ്രസിലേക്ക് പോയതിന്റെ വലിയ കടുത്ത പരാജയത്തിന്റെ ക്ഷീണം മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് BJPയുടെ തലയിൽ ഈ കുറ്റം ചാരാൻ ശ്രമിക്കുന്നത്. തികച്ചും ഉണ്ടയില്ല വെടിയാണ് 16-ാം വാർഡിൽ തോറ്റ CPM ചെയർമാൻ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. അദ്ദേഹം നമ്മളുമായി സംസാരിച്ചപ്പോൾ മറ്റൊരു ഗുരുതര ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ വാർഡുകളും BJPയുടെ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിങ്ങളുടെ പ്രവർത്തകർ സജീവമായിരുന്നില്ല എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിലെ ഒരു യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, BJP ഈ വാർഡ് വിഭജനം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള എല്ലാ പ്രവർത്തകരുടെയും ഏകോപനത്തോടു കൂടി തന്നെ സഹായ സഹകരണത്തോടെ തന്നെയായിരുന്നു BJP ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്നത്. അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി കൊണ്ട് BJPയുടെ 16-ാം വാർഡിൽ നിന്ന് 3 സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി തേടിയിരുന്നത്. ആ 3 സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടും അവരുടെ പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും ആളുകളുടെ എണ്ണം ചിലപ്പോൾ പ്രവർത്തനത്തിൽ കുറഞ്ഞിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ 3-4 ആളുകളുമായിട്ടായിരുന്നു സ്ഥാനാർത്ഥി സജീവമായിട്ട് വീടുകൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 റൗണ്ടോളം ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട വേട്ടേക്കോടിന്റെ നേതാക്കന്മാരായിട്ടുള്ള ഒരാള് CPM-കാരെ കോൺഗ്രസിന് വേണ്ടിയിട്ട് സമീപിച്ചു എന്നാണ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. നോക്കൂ, സ്വന്തം പാർട്ടി പ്രവർത്തകരെ പോലും വിശ്വാസമില്ലാതെ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ വോട്ട് ലഭിക്കാത്തതിനാൽ അതിന്റെ കനത്തമായിട്ടുള്ള തിരിച്ചടി നേരിട്ടത് കൊണ്ട് BJPയുടെ പ്രവർത്തകരുടെ മേത്ത് അതിന്റെ പഴി ചാരാൻ വേണ്ടി ഉണ്ടയില്ല വെടിവെക്കുന്ന രീതിയിൽ തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. ഏത് തരത്തിലാണ് BJPയുടെ നേതാക്കൾ അവിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുള്ളത്? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, BJPയുടെ വേട്ടേക്കോടത്ത് നേതാക്കൾ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കണിക പോലും തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. ഇത്തരത്തിലുള്ള ഉണ്ടയില്ല വെടികൾ സ്വന്തം പാർട്ടിയുടെ ഉള്ളിലേക്ക് തന്നെയാണ് വെക്കേണ്ടത്, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കല്ല. BJPക്ക് യഥാർത്ഥമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. എത്ര വോട്ട് കിട്ടിയാലും തോറ്റാലും ജയിച്ചാലും ജനങ്ങൾ അനുവദിക്കുന്ന ആ തോൽവിയായാലും ജയമായാലും BJP അത് അംഗീകരിക്കും. അല്ലാണ്ട് ഉണ്ടയില്ല വെടിയായിട്ട് ആകാശത്തേക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന രീതിയല്ല BJPയുടെ നിലപാട്.
നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 16-ാം വാർഡ് CPIM-ന്റെ സിറ്റിംഗ് സീറ്റ് ആണ്. അവിടെ എന്താണ് CPIM-ന്റെ പാർട്ടിക്ക് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ആരെ നിർത്തിയാലും അവിടെ വിജയിക്കും, ശക്തമായിട്ടുള്ള മൃഗീയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു വാർഡ് കൂടിയായിരുന്നു വേട്ടേക്കോട്. പക്ഷേ 40 വർഷത്തോളം ആ വാർഡ് ഭരിച്ച CPM-ന് യാതൊരുവിധ ജനോപകാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനോ അവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനോ ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനോ ഭരണമുന്നണിയായിട്ടുള്ള ഒരു കൗൺസിലർ ഭരിക്കുന്ന സ്ഥലത്ത് പോലും സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള പ്രവർത്തനം മാത്രമാണ് CPM-ന്റെ ഭാഗത്തുണ്ടായിരുന്നത്. എല്ലാ വിധത്തിലുള്ള അറവുശാല, അതുപോലെ തന്നെ മറ്റ് ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ നിർമ്മാണങ്ങൾ, ശ്മശാനം, എല്ലാം ഒരു മഞ്ചേരിക്ക് വേണ്ടാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ വേട്ടേക്കോട് വാർഡിനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഭരണസ്ഥിര കേന്ദ്രങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ വ്യക്തമായിട്ടുള്ള വ്യതിചലനമാണ് അവിടുത്തെ ജനങ്ങൾ തിരിച്ചടിയായി നൽകിയത്. ഇതൊരു പാഠമാണ്. ഈ ഒരു പരാജയം CPM-ന് ഒരു പാഠമാണ്. ജനങ്ങളെ ഉപദ്രവിച്ച് അവരെ കള്ളപ്രചരണം നടത്തി അവരെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള അതിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് CPM-നെ ആ വാർഡിൽ ജനങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നത്. 16-ാം വാർഡിലെ BJP-യുടെ വോട്ടുകൾ BJP-യുടെ വോട്ടുകളായി തന്നെ വാർഡിൽ നിലനിൽക്കുന്നു എന്നാണ് പ്രവർത്തകർ നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ആരോപണങ്ങളും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൂടെ ഇവർ ഈ ഒരു ഘട്ടത്തിൽ നമ്മളുമായി പറഞ്ഞു വെക്കുകയാണ്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.